ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഷോപ്പിഫൈയിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് നടത്താം, കൂടാതെ നമ്മുടെ സ്റ്റോറിലേക്ക് എങ്ങനെ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയിൽ ഹലോ ഗൈസ്, വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഷോപ്പിഫൈയിൽ എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് അലി എക്സ്പ്രസ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങി വെബ്സൈറ്റുകളിലെ പ്രൊഡക്റ്റുകൾ, സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഷോപ്പിഫൈയിൽ നമുക്ക് ആഡ് ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഗൈസ്, ഷോപ്പിഫൈയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവർ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസുകളുണ്ട്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോസ് ആവശ്യമാണ്, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ഇവിടെ എൻ്റെ ഒരു ഓൺലൈൻ സ്റ്റോർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓൾ ഇൻ വൺ എന്നാണ് ഈ ഒരു ഓൺലൈൻ സ്റ്റോറിൻ്റെ പേര്. ഇതിലേക്ക് നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് നമുക്ക് പ്രൊഡക്റ്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനായിട്ട് നമുക്കിവിടെ മുകളിൽ സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണുക. ഇവിടെ ആപ്സ് എന്ന് പറയുന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണുക. ജസ്റ്റ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ അലി എക്സ്പ്രസ് ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക, പോക്കറ്റ് എന്ന് പറയുന്ന ഡ്രോപ്പ് ഷിപ്പിംഗ്. ഇത് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ അതുപോലെ തന്നെ മറ്റു അനവധി പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട്. ഡ്രോപ്പ് ഷിപ്പിങ്ങിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് ആ ഒരു അലി എക്സ്പ്രസ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യാണ്. ജസ്റ്റ് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗൈസ്, അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ആ ഒരു വെബ്സൈറ്റ് നിങ്ങളിതിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഗൈസ്. അപ്പോൾ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ പ്രൊഡക്റ്റ്, ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം പ്രൊഡക്റ്റുകൾ എങ്ങനെ നമുക്ക് ഷോപ്പിഫൈയിലേക്ക് ആഡ് ചെയ്യാം, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം എന്നാണ് വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് ഒരു പണിയില്ല, എല്ലാം ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം, നമുക്ക് കമ്മീഷൻ മേടിക്കാം. അടിപൊളി പ്രൊഡക്റ്റുകൾ, സിമിലർ ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് ആൻഡ് ഫാൻസി ഫുഡ് വെയർ, ഡ്രസ് ആൻഡ് ക്ലോത്ത്, നമ്മുടെ ഈ ഒരു അലി എക്സ്പ്രസ് എന്നുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് പുഷ് ചെയ്യേണ്ട വീഡിയോസാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ നമുക്ക് ഡാഷ്ബോർഡ് അതുപോലെ തന്നെ വിന്നിങ്, ഫൈൻഡ് വിന്നിങ് ആഡ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ നിലവിൽ വിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യാനൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ അലി എക്സ്പ്രസ് പ്രൊഡക്റ്റുകൾ, നമുക്ക് സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഗൈസ്, നമുക്കിവിടെ US, യൂറോ പ്രൊഡക്റ്റുകൾ ആവശ്യമാണെങ്കിൽ അതും നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ലൈവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. നമുക്കിവിടെ ജസ്റ്റ് എങ്ങനെ പ്രൊഡക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ ഷോപ്പിഫൈയിലേക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനായിട്ട് നമ്മൾ അലി എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാറ്റഗറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഹോം അപ്ലയൻസ്, ഹോം ആൻഡ് ഗാർഡൻ, ജ്വല്ലറി, ആക്സസറീസ്, അതുപോലെ തന്നെ വുമൻ ക്ലോത്തിങ്, മെൻസ് ക്ലോത്തിങ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കാറ്റഗറി ചൂസ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരുപാട് കാറ്റഗറി വീണ്ടും നമുക്ക് വരുന്നതാണ്. വെഡ്ഡിങ് ഡ്രസ്സുകൾ, അതുപോലെ തന്നെ മറ്റു അനവധി ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഹോം ആൻഡ് അപ്ലയൻസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഞാനിവിടെ ഒരു അലമാര, ഒരു കബോർഡ് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ സ്റ്റോറിലേക്ക് മാറ്റാൻ പോവുകയാണ് ഗൈസ്. അത് ഞാൻ ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇനി വേറൊരു സംഭവം, നമുക്ക് ഒരു ലൈറ്റ്, ഒരു പോർട്ടബിൾ, ഒരു റീചാർജബിൾ ലൈറ്റ് ഉണ്ട്, അത് ഞാൻ സെർച്ച് ചെയ്യണേ. അത് നമ്മുടെ യെസ്, അത് ഇതിലേക്ക് ആഡായിട്ടുണ്ട് ഗൈസ്. ഇവിടെ സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആഡായിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഈ സൈഡിൽ ഇമ്പോർട്ട് ഗൈസ്, ഇവിടെ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഒരു നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ടാവും. ഇമ്പോർട്ട് തന്നെ ഇവിടെ ഇമ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത ആ ഒരു പ്രൊഡക്റ്റ് നമുക്കിവിടെ ലൈവായിട്ട് കാണാൻ കഴിയും. ജസ്റ്റ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റോറിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും
ഇവിടെ പുഷ് ടു സ്റ്റോർ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് പുഷ് ചെയ്യുക. ഇനി ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പുഷ് ആൾന്ന് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ സ്റ്റോറിലേക്ക് എന്താവും, അത് പുഷ് ആവും. ഗൈസ് ഞാനിവിടെ കൊടുക്കുകയാണ്, പുഷ് ടു സ്റ്റോറിന്ന് കൊടുക്കുകയാണ്. ജസ്റ്റ് 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രോഡക്റ്റ് ഇവിടെ സക്സസ് ആണ്, നമ്മുടെ സ്റ്റോറിലേക്ക് അത് മാറിയിട്ട്. ഇനി നമ്മുടെ സ്റ്റോറിൽ ആ പ്രോഡക്റ്റ് ആഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷോപ്പിഫൈൻ്റെ അക്കൗണ്ടിൽ വരിക. ഇവിടെ സൈഡിൽ മുകളിൽ നമുക്ക് കാണാൻ കഴിയും പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, 3ാമത്തെ ഓപ്ഷൻ. ജസ്റ്റ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ ആ പ്രൊഡക്റ്റ് നമ്മുടെ സ്റ്റോറിൽ ആഡ് ആവും. യെസ് ഗേസ്, ഇവിടെ നമുക്കൊന്നുകൂടി റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ യെസ് ഇവിടെ വന്നിട്ടുണ്ട്. ആ സെയിം പ്രൊഡക്റ്റ് തന്നെ നമ്മുടെ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് എൻ്റെ സ്റ്റോറിൽ ആക്റ്റീവായിട്ടുണ്ട്. ഗേസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ മോർ ഡീറ്റെയിൽസുകൾ, അതിൻ്റെ ഫോട്ടോസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റിൻ്റെ ഒരു കാറ്റലോഗ് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, ഹോം സ്ക്രീനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ കൊടുക്കാം. റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ റിമൂവ് ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ, അതിൻ്റെ പ്രൈസ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആൾ ഇൻ വൺ, അതായത് നമ്മുടെ സ്റ്റോറിലേക്ക് അത് ആഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിൻ്റെ ആ ഒരു റിവ്യൂവും കാര്യങ്ങളും നമുക്ക് കൊടുക്കാം. ഇനി ഇവിടെ താഴത്തിട്ട് തന്നെ ഓൺലൈൻ സ്റ്റോർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓൾ ഇൻ വൺ എന്നാണ് എൻ്റെ സ്റ്റോറിൻ്റെ പേര്. ഇത് അടിപൊളിയായിട്ട് തന്നെ ഇവിടെ നമ്മുടെ ആ ഒരു സ്റ്റോർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറിൻ്റെ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കസ്റ്റമൈസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് വ്യൂ സ്റ്റോറിന് മുകളിൽ ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റോറിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു വ്യൂ നമുക്കിപ്പോൾ കാണാൻ കഴിയും. നമ്മുടെ ആ പ്രൊഡക്റ്റ് വിത്ത് പ്രൊഡക്റ്റ് ഇതിൽ ആഡ് ആയിക്കൊണ്ട് തന്നെ നമുക്കിതിൽ കാണാൻ കഴിയും. ഗൈസ് ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഷോപ്പ് നൗ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ്. ജസ്റ്റ് ആ പ്രൊഡക്റ്റ് ഇനി 2-3 മിനിറ്റുകൾക്കകം നമ്മുടെ ഈ സ്റ്റോറിൽ ആക്റ്റീവ് ആവും. അത് ഇതിലുണ്ടാവും. നമുക്ക് സെർച്ച് ചെയ്തിട്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് ആഡായ ഒരു പ്രൊഡക്റ്റ്, ഇവിടെ ഞാനൊരു ജസ്റ്റ് ഒരു സൺക്രീം ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു സൺക്രീം ക്ലിക്ക് ചെയ്യാണ്. ഇത് ബയേഴ്സ് വാങ്ങേണ്ട ആ ഒരു ഓപ്ഷനാണ് ഇനി കാണാൻ പോകുന്നത്. ജസ്റ്റ് അതിൽ നമ്മളെ ഷോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ബയേഴ്സിന് വാങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ബൈ ഇറ്റ് നൗ. അതെല്ലാം കാർഡിലേക്ക് മാറ്റണമെങ്കിൽ കാർഡിലേക്ക് മാറ്റും. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം നമ്മുടെ ഷോപ്പിൽ അതിൻ്റെ ഫോട്ടോസ്, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഫുൾ റിവ്യൂ നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് നമ്മളെ സ്റ്റോറിൻ്റെ ആ ഒരു സംഭവം, പ്രൊഡക്റ്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യണ ഒരു സംഭവം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഷോപ്പിഫൈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസുകളുണ്ട്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓൺലൈനായിട്ടൊരു ഷോപ്പ് തുടങ്ങി മീഷോയിലെ പ്രൊഡക്റ്റുകൾ, ആമസോൺ, ഏത് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക്, അതിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറിലേക്ക് ആഡ് ചെയ്യാവുന്ന വളരെ സിമ്പിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യേണ്ടത് ഒരുപാട് വീഡിയോസുകൾ. അപ്പോൾ ഗൈസ് ഇനി എന്തെങ്കിലും സംശയം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.